പോപ്പോൾ മേഴ്സി ഹോം 48-ാം വാർഷിക റിപ്പോർട്ട്. 48-ാം വാർഷിക ആഘോഷ പരിപാടികൾ സാന്നിധ്യം കൊണ്ട് അലങ്കരിക്കാൻ എത്തിച്ചേർന്ന വിശിഷ്ട അതിഥികൾക്കു മുൻപിൽ പിന്നിട്ട വർഷങ്ങളിൽ ഈ സ്ഥാപനം കൈവരിച്ച സാമൂഹ്യ കലാസാംസ്കാരിക വിദ്യാഭ്യാസ നേട്ടങ്ങളുടെയും നാളിതുവരെയുള്ള പ്രവർത്തനങ്ങളുടെയും ഒരു സംക്ഷിപ്ത റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഭിന്നശേഷിയുള്ള അനേകം കുരുന്നുകൾക്ക് കാരുണ്യത്തിൻ്റെ തൂവൽ സ്പർശവും സ്നേഹവാത്സല്യങ്ങളും നൽകി പരിശീലിപ്പിക്കുന്നതിലും പുനരധിവസിപ്പിക്കുന്നതിലും പോപ്പോൾ മേഴ്സി ഹോം നിസ്തുലമായ സേവനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നിട്ട വഴികളിലേക്ക് കണ്ണോടിക്കുമ്പോൾ വിസ്മയാവഹമായ വികാസ പരിണാമങ്ങൾ പോപ്പോൾ മേഴ്സി ഹോമിൻ്റെ ചരിത്രത്തിന് മിഴിവേകുന്നു. തൃശൂർ അതിരൂപതയുടെ ആഭിമുഖ്യത്തിൽ 24 കുട്ടികളുമായി ആരംഭിച്ച ഈ സ്ഥാപനം ഇപ്പോൾ 250ഓളം വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനമായി ഉയർന്നിരിക്കുന്നു. വളരെ ചെറിയ തുടക്കത്തിൽ നിന്നും ഒരു വടവൃക്ഷമായി പടർന്ന് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഏറ്റവും നല്ല പരിശീലന കേന്ദ്രത്തിനുള്ള അവാർഡിന് അർഹമായി എന്നത് ഏറെ അഭിമാനത്തോടെ അനുസ്മരിക്കുന്നു. 2019 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത ഇന്റർവെൻഷൻ ആൻഡ് റിസർച്ച് സെന്റർ ഇപ്പോൾ 100-ലധികം കുഞ്ഞുങ്ങൾക്ക് ശൈശവത്തിൽ തന്നെ വൈകല്യങ്ങൾ കണ്ടെത്തി ശാസ്ത്രീയമായ പരിശീലനവും തെറാപ്പികളും നൽകി വരുന്നു. 2024 മാർച്ച് 13-ാം തീയതി ടീച്ചർ ട്രെയിനീസിൻ്റെയും കുട്ടികളുടെയും കലാകായിക മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി ചെയർമാൻ ശ്രീ PM സുരേന്ദ്രൻ നിർവഹിച്ചു. മാർച്ച് 14, 15 തീയതികളിൽ എക്സലൻസിയ എന്ന പേരിൽ ടീച്ചർ ട്രെയിനീസ് കലാമേളയും മാർച്ച് 20, 21 തീയതികളിലായി വിസ്മയം എന്ന പേരിൽ സ്കൂൾ കലാകായിക മേളയും അരങ്ങേറി. സമാപന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ K രാധാകൃഷ്ണൻ സമ്മാനദാനം നിർവഹിച്ചു. വടക്കാഞ്ചേരി MLA ശ്രീ സേവ്യർ ചിറ്റിലപ്പിള്ളി, മുനിസിപ്പൽ ചെയർമാൻ ശ്രീ PM സുരേന്ദ്രൻ തുടങ്ങിയ വിശിഷ്ടാതിഥികൾ സന്നിഹിതരായിരുന്നു. 2023-24 വർഷത്തിൻ്റെ സമാപനത്തിൽ ആനുവൽ PTA മീറ്റിംഗ് സംഘടിപ്പിക്കുകയും പാരൻസിന് അവയർനെസ് ക്ലാസ് നൽകുകയും ചെയ്തു. 2024-25 അധ്യയന വർഷത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് ജൂൺ 3-ന് മേഴ്സി ഹോമിൽ പ്രവേശനോത്സവം വടക്കാഞ്ചേരി MLA ശ്രീ സേവ്യർ ചിറ്റിലപ്പിള്ളി നിർവഹിച്ചു. വർണ്ണാഭമായി ബലൂണുകൾ കൈകളിലേന്തി ആനന്ദത്തോടെ പുതിയ അധ്യയന വർഷത്തെ കുട്ടികൾ സ്വാഗതം ചെയ്തു. 5-ാം തീയതി പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി സ്കൂൾ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ജോൺസണച്ചന്റെ നേതൃത്വത്തിൽ വൃക്ഷത്തൈ നടുകയും കുട്ടികൾക്ക് തൈകൾ വിതരണം ചെയ്യുകയും പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കളറിംഗ് മത്സരം നടത്തുകയും ചെയ്തു. ജൂൺ 12-ന് പ്രശസ്ത സിനിമാ താരം ഗിന്നസ് പക്രു പങ്കെടുത്ത ലയൺസ് ഇന്റർനാഷണൽ കേപ്പബിൾ ഫെസ്റ്റിൽ നമ്മുടെ ഏബിൾ ഏഞ്ചൽസ് ടീമിന്റെ ശിങ്കാരി മേളം അരങ്ങേറി. ജൂൺ 19-ന് അക്ഷരങ്ങൾ എഴുതിയ പ്ലക്കാർഡുകൾ കൈകളിലേന്തി വായനാ ദിനം ആഘോഷിച്ചു. ജൂൺ 21-ാം തീയതി ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ഭക്തിസാന്ദ്രമായി ആഘോഷിക്കുകയും സ്കൂൾ വെഞ്ചിരിപ്പ് നടത്തുകയും ചെയ്തു. അന്നേ ദിവസം തന്നെ അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികൾ എല്ലാവരും ചേർന്ന് യോഗ ചെയ്തുകൊണ്ട് യോഗാ ദിനം ആചരിച്ചു. ജൂൺ 26-ാം തീയതി ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയും റാലി നടത്തിയും ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു. ഡിജിറ്റൽ ലേണിംഗ് ലക്ഷ്യം വെച്ചുകൊണ്ട് പുതുതായി ആരംഭിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം ജൂലൈ 26-ന് തൃശൂർ ജില്ലാ അസിസ്റ്റന്റ് കളക്ടർ ശ്രീ അതുൽ സാഗർ IAS നിർവഹിച്ചു. പോപ്പോൾ മേഴ്സി ഹോമിലേക്ക് ഓഗസ്റ്റ് 12-ന് പ്രശസ്ത സിനിമാ താരം ആസിഫ് അലി സന്ദർശനം നടത്തി. സിനിമാ താരത്തെ നേരിൽ കണ്ട കുട്ടികൾ ആഹ്ലാദത്തോടെ കരങ്ങളടിച്ച് എതിരേറ്റു. 77-ാം സ്വാതന്ത്ര്യ പുലരിയെ നിറപ്പകിട്ടാർന്ന കലാപരിപാടികളോടെ മേഴ്സി ഹോമിലെ മക്കൾ വരവേറ്റു. അന്നേ ദിനം കുട്ടികളുടെയും ടീച്ചർ ട്രെയിനീസിൻ്റെയും കലാപരിപാടികൾ അരങ്ങേറുകയും ചെയ്തു. ഓഗസ്റ്റ് 22-ന് പോപ്പോൾ മേഴ്സി ഹോം ടീച്ചർ ട്രെയിനിംഗ് കോളേജിലെ അക്കാഡമിക് ഇയർ ആൻഡ് കോളേജ് യൂണിയൻ ഉദ്ഘാടനം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ N അശോകൻ നിർവഹിച്ചു. ഓഗസ്റ്റ് 24-ന് സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ നടന്ന തുല്യതാ പരീക്ഷ പോപ്പോൾ മേഴ്സി ഹോമിലെ 11 കുട്ടികൾ എഴുതി. 2 കുട്ടികൾ 4-ാം ക്ലാസ്സും 6 കുട്ടികൾ 7-ാം ക്ലാസ്സും 3 കുട്ടികൾ 10-ാം ക്ലാസ്സും പാസ്സായി. സെപ്റ്റംബർ 5-ന് കുട്ടികൾ ടീച്ചേഴ്സിന് കാർഡുകൾ നൽകിയും ആശംസകൾ അറിയിച്ചും ടീച്ചേഴ്സ് ഡേ സമുചിതമായി ആഘോഷിച്ചു. പുതുതായി നിർമ്മിച്ച ഇൻഡോർ കോർട്ട് ഏഞ്ചൽ വാലിയുടെ ഉദ്ഘാടനം സെപ്റ്റംബർ 6-ാം തീയതി പ്രശസ്ത ഫുട്ബോൾ താരം ശ്രീ IM വിജയൻ നിർവഹിച്ചു. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ഉല്ലാസവും ഉന്നതിയും ലക്ഷ്യം വെച്ചുകൊണ്ട് വിവിധ തരം കളികളിൽ പരിശീലനം നൽകാനും ആരോഗ്യ പരിപാലനത്തിനും സഹായകരമാകുന്നു. സെപ്റ്റംബർ 9-ാം തീയതി മുതൽ 4 ദിവസത്തെ വൈവിധ്യമാർന്ന കലാകായിക പരിപാടികളോടെ ഓണോത്സവ് 2024 നടന്നു. 5 ഗ്രൂപ്പുകളിലായി പൂക്കള മത്സരവും കുട്ടികൾക്കും അധ്യാപകർക്കും ആവേശകരമായ വടംവലി മത്സരവും നയനമനോഹരമായ ഓണം ഘോഷയാത്രയും വിഭവസമൃദ്ധമായ ഓണസദ്യയും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി.
സെപ്റ്റംബർ 26-ാം തീയതി തൃശൂർ ജില്ലാ സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ 42 സ്കൂളുകളിൽ നിന്നുമായി 300-ലധികം കുട്ടികൾ പങ്കെടുത്തു. അതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി പോപ്പോൾ മേഴ്സി ഹോം ഓവറോൾ കിരീടം സ്വന്തമാക്കി. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ജോൺസൺ അച്ഛൻ്റെയും സീജൻ അച്ഛൻ്റെയും നേതൃത്വത്തിൽ സിസ്റ്റേഴ്സും അധ്യാപകരും കുട്ടികളും ചേർന്ന് സ്കൂളും പരിസരവും വൃത്തിയാക്കി. ഒക്ടോബർ 3 കണ്ണൂരിൽ വെച്ച് നടന്ന സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ നമ്മുടെ ചുണക്കുട്ടികൾ പങ്കെടുക്കുകയും സീനിയർ ആൻഡ് ജൂനിയർ വിഭാഗത്തിൽ ഗ്രൂപ്പ് സോങ്, ഗ്രൂപ്പ് ഡാൻസ്, ദേശഭക്തി ഗാനം, ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് എന്നിങ്ങനെ 7 ഇനങ്ങളിൽ എ ഗ്രേഡോടെ സമ്മാനം കരസ്ഥമാക്കുകയും ചെയ്തു. ഒക്ടോബർ 10 സംസ്ഥാന കലോത്സവത്തിൽ മികച്ച വിജയം നേടിയ സ്കൂളിനെയും വിജയികളായ കുട്ടികളെയും വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി പോപ്പോൾ മേഴ്സി ഹോമിൽ വന്ന് ആദരിച്ചു. ഒക്ടോബർ 17 തൃശൂർ ഗവൺമെൻറ് ഡെൻ്റൽ കോളേജിൻ്റെ നേതൃത്വത്തിൽ ഡെൻ്റൽ ക്യാമ്പ് 2 ഘട്ടങ്ങളിലായി പോപ്പോൾ മേഴ്സി ഹോമിൽ വെച്ച് നടന്നു. ഒക്ടോബർ 28-ാം തീയതി റാണി മേനോൻ മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര ക്യാമ്പ് മേഴ്സി ഹോമിൽ വെച്ച് നടത്തുകയുണ്ടായി. പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഒക്ടോബർ മാസം കൊന്തമാസമായി ആചരിക്കുകയും 31-ാം തീയതി എല്ലാവരും ചേർന്ന് ജപമാല റാലി നടത്തുകയും ചെയ്തു. നവംബർ 1 കേരളപ്പിറവി ദിനത്തോടനുബന്ധിച്ച് പോപ്പോൾ മേഴ്സി ഹോമിലെ അധ്യാപകരും കുട്ടികളും ട്രെയിനീസും ഉൾപ്പെടെ 200-ലധികം പേർ അവതരിപ്പിച്ച മെഗാ തിരുവാതിര പൊതുജന ശ്രദ്ധയാകർഷിച്ചു. നവംബർ 5 കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന JSS തൃശൂരിൻ്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെൻറ് അംഗീകാരമുള്ള പ്ലംബിംഗ് വയറിംഗ് ക്ലാസുകളുടെ ഉദ്ഘാടനം JSS തൃശൂർ കോർഡിനേറ്റർ ശ്രീമതി സുധാ സോളമൻ നിർവഹിച്ചു. നവംബർ 14 വർണ്ണപ്പകിട്ടാർന്ന കലാപരിപാടികളോടെ ശിശുദിനം ആഘോഷിച്ചു. നിരവധി ചാച്ചാജിമാരെ അണിനിരത്തുകയും വർണ്ണശബളമായ കലാരൂപങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള ശിശുദിന റാലി ഏവരുടെയും കണ്ണിനെ കൗതുകമായി. നവംബർ 30 പോപ്പോൾ മേഴ്സി ഹോം ഡയറക്ടർ ജോൺസൺ അച്ഛൻ്റെ പൗരോഹിത്യ രജത ജൂബിലി ആഘോഷിച്ചു. അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞർ ജോസ് കോനിക്കര ഉദ്ഘാടനം ചെയ്തു. MLA ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി വിശിഷ്ടാതിഥിയായിരുന്നു. പ്രസ്തുത മീറ്റിംഗിൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി, തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്, സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റ്, DDE ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്നും പ്രമുഖരായ വ്യക്തികൾ പങ്കെടുത്ത് ആശംസകൾ നേർന്നു. കുട്ടികളുടെയും അധ്യാപകരുടെയും ട്രെയിനീസിൻ്റെയും വിവിധ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. ഡിസംബർ 2 തങ്ങാലൂർ ദേവമാതാ സ്കൂളിൽ വെച്ച് നടത്തിയ സ്നേഹസംഗമം കലോത്സവത്തിൽ 6 മത്സര ഇനങ്ങളിൽ 5 ഇനങ്ങളിലും വിജയം കൈവരിച്ച് ഓവറോൾ ട്രോഫി കരസ്ഥമാക്കി. ഡിസംബർ 3 സംസ്ഥാന തലത്തിൽ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണ പരിപാടിയായ ഉണർവ് എന്ന പ്രോഗ്രാമിൽ മന്ത്രി ഡോക്ടർ R. ബിന്ദുവിൻ്റെയും ഭിന്നശേഷി കമ്മീഷണറുടെയും സാന്നിധ്യത്തിൽ നമ്മുടെ കുട്ടികൾ ശിങ്കാരിമേളം അവതരിപ്പിച്ചു. അന്നേ ദിവസം തന്നെ പോപ്പോൾ മേഴ്സി ഹോമിൽ വെച്ച് വടക്കാഞ്ചേരി നഗരസഭ നടത്തിയ ഭിന്നശേഷി കലോത്സവത്തിൻ്റെ ഉദ്ഘാടന കർമ്മം വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ ശ്രീ PN സുരേന്ദ്രൻ നിർവഹിച്ചു. വടക്കാഞ്ചേരി MLA ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ സാന്നിധ്യം കലോത്സവ വേദിയെ മഹനീയമാക്കുകയും ചെയ്തു. ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോളേജിന്റെ നേതൃത്വത്തിൽ RCIയുടെ അംഗീകാരത്തോടെ റീഹാബിലിറ്റേഷൻ പ്രൊഫഷണൽസിനു വേണ്ടി നാഷണൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ 3 സെമിനാറുകൾ സംഘടിപ്പിച്ചു. ഡിസംബർ 12-ാം തീയതി കുട്ടികളുടെയും അഭിമന്യ ആൻഡ്രൂസ് താഴത്ത് പിതാവിൻ്റെയും ബർത്ത്ഡേ സെലിബ്രേഷൻ വൈകിട്ട് 5 മണിക്ക് നടത്തുകയുണ്ടായി. മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ഷീല മോഹനൻ, ഗവൺമെൻറ് ഡെൻ്റൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷമീന PM, ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ശ്രീ ജെയിംസ് വളപ്പില തുടങ്ങിയവർ കുട്ടികൾക്ക് കേക്കും പൂച്ചെണ്ടുകളും നൽകി ആശംസകൾ അറിയിച്ചു. വൊക്കേഷണൽ ട്രെയിനിംഗ് മേഖല കൂടുതൽ സജീവമാക്കുന്നതിൻ്റെ ഭാഗമായി തൃശൂർ ലയൺസ് ക്ലബ് സ്പോൺസർ ചെയ്ത ചപ്പാത്തി മേക്കിംഗ് യൂണിറ്റിൻ്റെ ഉദ്ഘാടനം തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് പിതാവ് നിർവഹിച്ചു. ഡിസംബർ 13-ാം തീയതി കളക്ടറേറ്റിൽ നടന്ന കൂടെ എക്സിബിഷനിൽ പ്രദർശിപ്പിച്ച വൊക്കേഷണൽ ഐറ്റംസ് ജില്ലാ കളക്ടറുടെയും സഹപ്രവർത്തകരുടെയും അഭിനന്ദനത്തിന് അർഹമായി. ഉദ്ഘാടന ചടങ്ങിൽ നമ്മുടെ കുട്ടികൾ അവതരിപ്പിച്ച ശിങ്കാരിമേളം ഏവരുടെയും പ്രശംസ ഏറ്റുവാങ്ങി. 40-ലധികം വൊക്കേഷണൽ ഐറ്റംസ് ആണ് പോപ്പോൾ മേഴ്സി ഹോമിലെ മക്കളും അധ്യാപകരും ചേർന്ന് ഒരുക്കിയത്. ഡിസംബർ 20-21 തീയതികളിലായി ക്രിസ്തുമസ് ആഘോഷത്തിൻ്റെ ഭാഗമായി ക്രിസ്തുമസ് ട്രീ, കരോൾ ഗാനം, നാനോ ക്രിപ്പ് എന്നീ മത്സരങ്ങളും കലാപരിപാടികളും സംഘടിപ്പിച്ചു. ഡിസംബർ 21-ാം തീയതി നിറപ്പകിട്ടാർന്ന ബലൂണുകളാൽ നഗരവീഥികളെ ചുവപ്പണിയിച്ചുകൊണ്ട് അത്താണി പള്ളിയിൽ നിന്നും ബാൻഡുവാദ്യത്തിൻ്റെ അകമ്പടിയോടെ ആരംഭിച്ച ക്രിസ്തുമസ് കരോളിൽ 250 സാന്താക്ലോസുകൾ അണിനിരന്നു. ട്രെയിനീസ് അവതരിപ്പിച്ച ഫ്ലാഷ് മോബ് കുട്ടികളിലും കാണികളിലും ആനന്ദത്തിൻ്റെ പരിവേഷമണിയിച്ചു.
ഡിസംബർ 27-ന് കോഴിക്കോട് വെച്ച് നടത്തിയ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ പങ്കെടുക്കുകയും നിരവധി സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു. ഡിസംബർ 30 തൃശൂരിൽ വെച്ച് നടന്ന ഇൻക്രെഡിബിൾ കോൺടെസ്റ്റിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുത്ത് നിരവധി സമ്മാനങ്ങൾ നേടി. ജനുവരി 1 ന്യൂ ഇയർ സെലിബ്രേഷൻ നടത്തുകയുണ്ടായി. ജനുവരി 6 സ്കൂളിൽ പിണ്ടി പെരുന്നാളിനോട് അനുബന്ധിച്ച് പിണ്ടി അലങ്കാര മത്സരം നടത്തി. ജനുവരി 17 കുട്ടികളുടെ മാനസികോല്ലാസം ലക്ഷ്യം വെച്ച് മലമ്പുഴ ഫാന്റസി പാർക്കിലേക്ക് 3 ബസ്സുകളിലായി 1 ഡേ ടൂർ പ്രോഗ്രാം സംഘടിപ്പിച്ചു. ജനുവരി 26 കോട്ടയത്ത് വെച്ച് നടന്ന ചടങ്ങിൽ സദ്ഗമയ ബെസ്റ്റ് സ്പെഷ്യൽ സ്കൂൾ സംസ്ഥാന അവാർഡ് പോപ്പോൾ മേഴ്സി ഹോമിന് മിനിസ്റ്റർ ശ്രീ VN വാസവൻ സമ്മാനിച്ചു. സംസ്ഥാന തലത്തിൽ നടത്തിയ സദ്ഗമയ പരിവർത്തന ഏഞ്ചൽ എബിലിറ്റി ഫെസ്റ്റിൽ നമ്മുടെ 5 കുട്ടികൾ പുരസ്കാര ജേതാക്കളായി. ഫെബ്രുവരി 6 പോപ്പോൾ മേഴ്സി ഹോം ട്രെയിനിംഗ് കോളേജിൽ നിന്നും കഴിഞ്ഞ വർഷം പാസ് ഔട്ടായ ടീച്ചേഴ്സിന് ഗ്രാജുവേഷൻ സെറിമണി നടത്തി. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ CP വിജയൻ മുഖ്യാതിഥിയായിരുന്നു. അർപ്പണബോധമുള്ള നല്ല സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെ രൂപീകരിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ വർഷം പഠിച്ചിറങ്ങിയ ആദ്യ B.Ed ബാച്ചും D.Ed 21 ബാച്ചും 100% വിജയം കൈവരിച്ചുവെന്നത് സസന്തോഷം അറിയിക്കുന്നു. മുതിർന്ന കുട്ടികൾക്ക് തൊഴിൽ പരിശീലനത്തിനായി ആരംഭിച്ച ബേക്കിംഗ് യൂണിറ്റ്, പേപ്പർ പ്ലേറ്റ് യൂണിറ്റ്, ടൈലറിംഗ് യൂണിറ്റ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് മാർട്ട് എന്നിവ മികച്ച പ്രവർത്തനം തന്നെ കാഴ്ചവെക്കുന്നു. ഭിന്നശേഷിയുള്ള കുട്ടികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ശിങ്കാരി മേളം, നാടൻപാട്ട്, ഡാൻസ്, കോമഡി, ഫിഗർ ഷോ എന്നീ പ്രോഗ്രാമുകൾ അടങ്ങുന്ന 1 മണിക്കൂർ സ്റ്റേജ് പ്രോഗ്രാം ഏബിൾ ഏഞ്ചൽസ് എന്ന പേരിൽ സമാരംഭിച്ചു. ഇതിനോടകം 15ഓളം വേദികളിൽ ഈ പ്രോഗ്രാം അവതരിപ്പിച്ചു കഴിഞ്ഞു. പോപ്പോൾ മേഴ്സി ഹോമിൻ്റെ അമരക്കാരൻ ബഹുമാനപ്പെട്ട ജോൺസൺ അന്തിക്കാട്ട് അച്ഛൻ ഭിന്നശേഷി മേഖലയിൽ നൽകിയിട്ടുള്ള മികച്ച സംഭാവനകളെയും അച്ഛൻ്റെ അർപ്പണബോധത്തെയും നിസ്വാർത്ഥ സേവനത്തെയും പരിഗണിച്ച് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ സോഷ്യൽ വർക്ക് വിഭാഗം സ്പെഷ്യൽ ജൂറി അവാർഡ് നൽകി അച്ഛനെ ആദരിച്ചു. കൂടാതെ ഭിന്നശേഷി മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങളെ പരിഗണിച്ച് ദേവമാത ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഭിന്നശേഷിക്കാരുടെ സ്നേഹിതൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ ഔസേപ്പച്ചൻ മെമൻറ്റോ നൽകി ആദരിച്ചു. തൃശൂർ കളക്ട്രേറ്റിൽ വെച്ച് നടന്ന മീറ്റ് ദ കളക്ടർ പരിപാടിയിൽ പോപ്പോൾ മേഴ്സി ഹോമിലെ മക്കൾ ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യനുമായി 1 മണിക്കൂർ ചെലവഴിച്ചു. കുട്ടികളുമായി സംവദിച്ച കളക്ടർ കുട്ടികളുടെ നിഷ്കളങ്ക ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും അവരുടെ കലാപരിപാടികൾ ആസ്വദിക്കുകയും ചെയ്തു. കലാകായിക രംഗത്ത് അതിശയകരമായ മികവ് പുലർത്താൻ പോയ വർഷങ്ങളിൽ നമുക്ക് സാധിച്ചു. ഈ നേട്ടങ്ങളുടെയെല്ലാം പിന്നിൽ അക്ഷീണം പരിശ്രമിച്ച പോപ്പോളിൻ്റെ സാരഥി ബഹുമാനപ്പെട്ട ജോൺസൺ അന്തിക്കാട്ട് അച്ഛൻ്റെയും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെയും ഇവിടുത്തെ അധ്യാപക വൃന്ദത്തിൻ്റെയും സ്തുത്യർഹമായ സേവനമാണെന്നുള്ള കാര്യം സന്തോഷത്തോടെ സ്മരിക്കുന്നു. നിസ്തുലമായ സേവനത്തിനു ശേഷം ഇവിടെ നിന്നും ഉപരിപഠനത്തിനായി പോയ ബഹുമാനപ്പെട്ട സീജൻ അച്ഛനെ ഹൃദയംഗമമായ നന്ദിയും 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഉപരിപഠനം കഴിഞ്ഞ് തിരിച്ചെത്തിയ അനീഷ് ചിലപ്പള്ളി അച്ഛനെ ആശംസകളും അറിയിക്കുന്നു. വളരെയേറെ ഉയർച്ചകൾക്കും നേട്ടങ്ങൾക്കും ഇടയിലും നാം ഏവരെയും വേദനയിലാഴ്ത്തിക്കൊണ്ട് നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയ ഷേർലി, ധന്യ, ബാലസുബ്രഹ്മണ്യൻ, ബിനു പി എന്നീ വിദ്യാർത്ഥികളുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇന്നുവരെ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടി അനവരതം പ്രവർത്തിച്ച ഓരോ വ്യക്തികളെയും പ്രത്യക്ഷമായും പരോക്ഷമായും സഹായഹസ്തങ്ങൾ നീട്ടിയ എല്ലാ സുമനസ്സുകളെയും നല്ലവരായ നാട്ടുകാരെയും സുഹൃത്തുക്കളെയും നന്ദിയോടെ ഓർക്കാൻ ഈ സമയം വിനിയോഗിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് സവിനയം സമർപ്പിക്കുന്നു.